ശ്രീ ജോൺ ബ്രിട്ടാസിൻ്റെ ദീർഘമായ പ്രഭാഷണം മുഴുവൻ ഞാൻ കേട്ടു. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം മാധ്യമപ്രവർത്തകനായിട്ടല്ല CPM പ്രതിനിധിയായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നാണ്. മാധ്യമപ്രവർത്തകനായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിനകത്തൊന്നും ഒരു കുഴപ്പവുമില്ല. അദ്ദേഹത്തിന് എത്ര വേണമെങ്കിലും കോൺഗ്രസിനെ പറയാനായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. അതല്ല, ഇടതുപക്ഷത്തിൻ്റെ രാജ്യസഭാ മെമ്പറായിട്ടാണ് ശ്രീ ജോൺ ബ്രിട്ടാസ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ പ്രഭാഷണമൊക്കെ കൊള്ളാം, കേൾക്കാനൊക്കെ രസമുണ്ട്, നല്ല ഇമ്പവും ഉണ്ടായിരുന്നു, നല്ല ഒഴുക്കും ഉണ്ടായിരുന്നു. പക്ഷേ അതിനകത്തൊരു പ്രശ്നമുണ്ടല്ലോ ശ്രീ ബ്രിട്ടാസെ, നിങ്ങളും മത്സരിച്ചായിരുന്നല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കോൺഗ്രസിനെ മുഴുവൻ നിങ്ങൾ നന്നാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നിങ്ങൾ നന്നാകാൻ ഉദ്ദേശിക്കുന്നില്ലേ? പഞ്ചാബിൽ നിങ്ങളുടെ മുൻ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി, ദീർഘകാല സെക്രട്ടറി ആയിരുന്ന ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ മണ്ണ, ഒരുപാട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് ജന്മം കൊടുത്ത മണ്ണ, അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ടിംഗ് ശതമാനം എത്രയാണെന്ന് അറിയാമോ? 0.06%. ഉത്തരാഖണ്ഡിൽ നിങ്ങളുടെ വോട്ടിംഗ് ശതമാനം എത്രയാണെന്ന് അറിയാമോ? 0.04%. അവിടെ നിന്ന് UP-യിലേക്ക് എത്തുമ്പോൾ ഈ കോൾഗേറ്റ് പരസ്യം പോലെയാ, പരസ്യവാചകം പോലെയാ, 0.01% കീഴാണു എന്ന് പറയുന്നതിന്റെ കൂട്ട് 0.01% മാത്രമാണ് നിങ്ങളുടെ വോട്ട് ഷെയർ. അങ്ങനെ ഒരു പാർട്ടിയുടെ പ്രതിനിധി വന്നിരുന്നിട്ടാണ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിനെ പറയുന്നത്. ഷാനി പറയട്ടെ, MT രമേശ് പറയട്ടെ, മാധ്യമ നിരീക്ഷകർ പറയട്ടെ, ഞങ്ങളെക്കാൾ പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു CPM പ്രതിനിധിക്ക് എങ്ങനെയാണ് ഞങ്ങളെ വിമർശിക്കാൻ കഴിയുന്നത്? നിങ്ങൾ ഇപ്പൊ ഈ അടുത്ത കാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, രാഹുൽ മാങ്കൂട്ടത്തിലെ മായിട്ടുള്ള എന്ത് വിഷയവുമായി ബന്ധപ്പെട്ട വാർത്തകളാവട്ടെ, രാഹുലിന്റെ സോഷ്യൽ മീഡിയ കുറിപ്പുകളാവട്ടെ, പോസ്റ്റുകളാവട്ടെ, എന്തുമാവട്ടെ, ഇതിനൊക്കെ താഴെ നിരന്തരമായി വന്നുകൊണ്ട് രാഹുലിനെ അധിക്ഷേപിക്കുന്ന അടിമകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്തൊരു കാര്യത്തിലും അങ്ങനെ അതിൽ കാണാൻ കഴിയും. എന്തു സംഭവിച്ചാലും രാഹുൽ എന്തെങ്കിലും പറഞ്ഞാൽ, ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം പോലും ഈ പത്മകുമാർ ശബരിമലയിലെ സ്വർണം കട്ടതുമായി ബന്ധപ്പെട്ട് പത്മകുമാറിന്റെ അറസ്റ്റ് നടന്നതുമായി ബന്ധപ്പെട്ട് ഈ പത്മകുമാറും രാജാവും നിൽക്കുന്ന ഒരു ചിത്രം വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരൊറ്റ വാചകം, ഒരു വാക്ക് മാത്രമേ കുറിച്ചുള്ളൂ, തത്വമസി എന്ന് മാത്രം. അതിന് താഴെയും രാഹുലിനെ തെറി വിളിക്കുന്ന, രാഹുലിനെ അധിക്ഷേപിക്കുന്ന ആളുകളെ, അടിമകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഈ അടിമകൾ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതിനുള്ള ഒരു ഉദാഹരണമാണ് ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ചത്. കാരണം രാഹുലിന്റെ കയ്യിൽ നിന്ന് അടി കിട്ടാത്ത, അല്ലെങ്കിൽ രാഹുലിന്റെ കയ്യിൽ നിന്ന് വാങ്ങാത്തവരായിട്ട് ഇവരുടെ കൂട്ടത്തിൽ ഒരുത്തനുമില്ല. ഇതിപ്പോ ബ്രിട്ടാസ് നല്ല എരന്ന് വാങ്ങിയതാണ് നിങ്ങൾ കണ്ടത്. ഈ രാഹുലിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ് ആ പ്രത്യേകത എന്ന് അറിയാമോ നിങ്ങൾക്ക്? ആ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ചങ്ങാതിക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. ഈ വാക്കുകൾ കൊണ്ട് എതിരാളികളെ അങ്ങ് വകഞ്ഞ് വീഴ്ത്തുവാനുള്ള ഒരു പ്രത്യേക കഴിവ്. അതിന്റെ ആ ഒരു കഴിവിനുള്ള ആധാരം എന്ന് പറയുന്നത് അയാളുടെ ആഴത്തിലുള്ള അറിവാണ്. പലപ്പോഴും ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ പോലും പലപ്പോഴും പല കാര്യങ്ങളും നമ്മുടെ ഓർമ്മയിലേക്ക് വരാറില്ല. പലപ്പോഴും സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പലതും ഓർമ്മയിലേക്ക് ഇങ്ങനെ കടന്നു വരിക. അപ്പോൾ തോന്നും, അയ്യോ ഇതുകൂടി പറയാമായിരുന്നല്ലോ എന്ന് തോന്നാറുണ്ട്. പക്ഷെ ഇവന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇവനിക്ക് ഇപ്പോ ബ്രിട്ടാസ് അവിടെ ലൈവിൽ ഇരുന്ന് സംസാരിക്കുമ്പോ അത് കഴിഞ്ഞിട്ട് ഈ വ്യക്തി ഇത്ര കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറയണമെങ്കിൽ രാഹുലിന്റെ അറിവ് അത് വലിയ ഒരു മുതൽക്കൂട്ട് തന്നെയായിരുന്നു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. കോൺഗ്രസിലെ അങ്ങ് മൂക്കിൽ വലിക്കാൻ വേണ്ടി പോയതാണ് ബ്രിട്ടാസ് അയ്യോ ഇനി ഇവിടെ ഇരിക്കേണ്ടില്ലല്ലോ എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക്, ഒരു അവസ്ഥയിലേക്ക് ബ്രിട്ടാസ് എത്തിപ്പോയി എന്നുള്ളതാണ്. ഇത് ബ്രിട്ടാസ് മാത്രമല്ല കേട്ടോ, ജോൺ ബ്രിട്ടാസിന് കിട്ടിയിട്ടുണ്ട്, നമ്മളെ ജെക്സി തോമസിന് കിട്ടിയിട്ടുണ്ട്, വസീഫിന് കിട്ടിയിട്ടുണ്ട്, സനോജിന് കിട്ടിയിട്ടുണ്ട്, എല്ലാത്തിനും നെരിവട്ടം കൊടുത്തിട്ടുണ്ട്, റഹീമിന് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? രാഹുലിന്റെ കയ്യിൽ നിന്ന് അടി കിട്ടാത്തവരായിട്ട് ഇവരുടെ കൂട്ടത്തിൽ ഒരു അടിമ പോലും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് രാഹുലിനെ ചൊറിയാൻ കിട്ടിയ ഒരവസരം അത് ഇവര് ഇപ്പോഴും എന്ത് വിഷയം വന്നു കഴിഞ്ഞാലും ഉടനടി ഒറ്റ വാക്കാ ഇവരുടെ വായിൽ നിന്ന് പുറത്തു വരികയുള്ളൂ, ഗർഭം കലക്കി എന്ന്. പക്ഷെ ഇവർ ഈ ഗർഭം കലക്കി എന്ന് വിളിക്കുന്ന, രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിക്കുന്ന ഇവര് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിന്റെ ലോജിക്ക് എന്താണെന്ന്. കാരണം നമ്മുടെ രാജ്യത്ത് അബോർഷൻ എന്ന് പറയുന്നത് അത് നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനമാണ്, ഒരു ക്രിമിനൽ കുറ്റമാണ് അല്ലേ? നമ്മുടെ കേരളത്തിൽ അതൊരു ക്രിമിനൽ കുറ്റമാണ്. അങ്ങനത്തെ ഈ നാട്, ഈ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ഇവരുടെ രാജാവ് പിണറായി വിജയൻ, ആ രാജാവ് ഭരിക്കുന്ന ആഭ്യന്തരം കയ്യിലുള്ള രാജാവ് അധികാരത്തിലിരിക്കുമ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം, അതും എതിർചേരിയിൽ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടം
അത്തരത്തിലൊരു പ്രവൃത്തി നടത്തിയിട്ട് എന്താണ് ഇന്ന് നിമിഷം വരെ അയാളുടെ അടുത്തേക്ക് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഒന്ന് കടന്നു കയറാൻ അല്ലെങ്കിൽ നടന്നു ചെല്ലാൻ, അയാളെ ഒന്ന് വിളിക്കാൻ, ഒന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ ആവശ്യപ്പെടാൻ ഇതിനൊന്നും സാധിക്കാതെ പോകുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോ എന്താണത് സാധ്യമല്ലാത്തത്? കാരണം ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഇവരുടെ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തു, പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു, പോറ്റിയെ അറസ്റ്റ് ചെയ്തു, പിന്നെ ഒരു ദേവസ്വം കമ്മീഷണർ ഉണ്ടായിരുന്നു, തിരുവാഭരണ കമ്മീഷണർ, എന്താ ബൈജോ, അങ്ങനെ എന്തോ, അങ്ങനെ 5 പേരെ ഈ അയ്യപ്പന്റെ പൊന്നുകെട്ടതുമായി ബന്ധപ്പെട്ട് 5 പേരെ നിലവിൽ അറസ്റ്റ് ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന അയ്യപ്പന്റെ പൊന്നുകെട്ടതിൽ ഹൈക്കോടതി അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. ആ അന്വേഷണത്തിൽ 1 മാസം പിന്നിടുമ്പോഴേക്കും 5 ആളെ അറസ്റ്റ് ചെയ്തു. രാഹുലിനെതിരെ 3 മാസത്തിലധികമായി ആരോപണങ്ങൾ ഉയർന്നിട്ട് ഇന്ന് നിമിഷം വരെ അറസ്റ്റ് ചെയ്യേണ്ടടോ, ഒന്ന് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ അടിമകൾ നിങ്ങൾക്കൊന്ന് പറഞ്ഞൂടെ രാജാവിനോട്? ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾക്ക് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന ക്യാപ്സ്യൂളുകൾ മതിയാവുന്നില്ല. രാഹുലിനെതിരെ ശക്തമായ എന്തെങ്കിലും വേണം. അറ്റ്ലീസ്റ്റ് രാഹുലിനെ ഒന്ന് അറസ്റ്റ് ചെയ്തു, ഒരു ദിവസത്തേക്കെങ്കിലും ഒന്ന് രാഹുലിനെ അറസ്റ്റ് ചെയ്യൂ എന്ന് നിങ്ങൾ അടിമകൾക്ക് രാജാവിന്റെ കാലിൽ വീണെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്തുവിടോ നിങ്ങൾക്ക്. വല്ലാത്തൊരു അവസ്ഥയാണ് നിങ്ങളുടേത്, വല്ലാത്തൊരു ദുർഗതിയാണ്. എൻ്റെ പൊന്നു പടച്ചോനെ, ഒരു ശത്രുവിന് പോലും ഇങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാക്കരുത് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. കാരണം ഇങ്ങനെ എന്താ പറയേണ്ടത്, ഇങ്ങനെ തയ്യാറായിട്ട് കുറെ ജന്മങ്ങൾ. നിങ്ങൾക്ക് തെറ്റിയത് എവിടെയാണെന്ന് അറിയാമോ? നിങ്ങൾക്ക് തെറ്റിയത് നിങ്ങളുടെ പ്ലാനുകൾ ആദ്യം തന്നെ, അത് വലിയ പ്ലാനുകളൊക്കെ ഭയങ്കര സംഭവമായിരുന്നു. കാരണം നിങ്ങൾ ആദ്യം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി തന്നെ ഈ പറയുന്ന രാഹുലിനെതിരെ ആദ്യം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയപ്പോൾ രാഹുലിനെതിരെ വ്യാജ ഐഡന്റിറ്റി കാർഡ് എന്ന് പറഞ്ഞ ഒരു ആരോപണങ്ങൾ ഉണ്ടാക്കിയെടുത്തു. അത് എവിടെയും എത്താതെ വന്നപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ രാഹുലിനെതിരെ എന്താക്കി? ഈ പറയുന്ന ഗർഭം കലക്കല് ഓഗസ്റ്റ് 20 ആ വാർത്താ സമ്മേളനത്തോടു കൂടിയല്ല തുടങ്ങുന്നത്. ഈ ഗർഭം കലക്കല് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തുടങ്ങിയിട്ടുണ്ട് സോഷ്യൽ മീഡിയകളിൽ. അത് വലിയ ചർച്ചയാവുന്നത് ഓഗസ്റ്റ് 20 ഈ സ്ത്രീകളെ വെച്ചുകൊണ്ട് കളി നടത്തിയപ്പോഴാണ്. ആ സ്ത്രീകളെ എവിടുന്ന് വന്നു എന്ന് ചോദിച്ചാല് ഉള്ള ഉത്തരമാണ് ശ്രീനാദേവി പറഞ്ഞത്. ശ്രീനാദേവി പറഞ്ഞില്ലേ, റിപ്പോർട്ടർ ടിവിയിലെ ഒരു മാധ്യമ പ്രവർത്തക തന്നെ വിളിച്ച് ഇത്തരത്തിൽ സാങ്കല്പിക ഇരയാവാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു എന്നുള്ള ചോദ്യം. അതുപോലെ തന്നെ ഇവരെ അപ്രോച്ച് ചെയ്ത ആളുകളാണ് ഈ പറയുന്ന ഞാൻ നടിയാണ് എന്ന് പറയേണ്ടി വന്ന ആളുടെയും അവസ്ഥ അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു അന്വേഷണത്തില് രാഹുലിന്റെ രോമത്തിൽ തൊടാൻ ഇവർക്കാർക്കും സാധിക്കാതെ പോകുന്നത്. മനസ്സിലായില്ലേ? രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നും വേണ്ട, രാഹുലിനെ ഒന്ന് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ പോലും ഇവരെ കൊണ്ട് സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞത് ശ്രീനാദേവിയെ ഏത് രീതിയിൽ കളത്തിലിറക്കുവാനുള്ള ശ്രമങ്ങൾ ഇവർ നടത്തിയോ അത് തന്നെയാണ് ഈ പറഞ്ഞ പുറത്തു വന്ന ആളുകളെ കൊണ്ടും ഇവർ ചെയ്യിപ്പിച്ചത്. മനസ്സിലായില്ലേ? അതിനപ്പുറത്തേക്ക് ഇതിൽ ഒരു കഴമ്പും ഇല്ലതാനും. പിന്നെ ഇവർക്കും വലിയ ആഗ്രഹമായിരുന്നു. കാരണം രാഹുൽ ഇങ്ങനെ ഇവരുടെ ഓരോരുത്തരുടെയും കരത്തടിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നേറ്റം നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അയാൾ രാഷ്ട്രീയ ജീവിതം വലിയ എന്താ പറയണ്ട മുന്നേറ്റം രാഷ്ട്രീയ ജീവിതത്തിൽ അയാൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ രാഹുലിനെ ഒന്ന് മാന്തണം എന്നുള്ളത് ഇവരുടെ വലിയ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹത്തിന് പുറത്ത് ഇവർ കുത്തിപ്പൊക്കി വിട്ടതാണ് ഈ പറയുന്ന എല്ലാ ആരോപണങ്ങളും എന്നുള്ളതാണ്. കാരണം ചെക്കന്റെ കയ്യിൽ നിന്ന് അടിമേടിക്കാത്ത ഒരെണ്ണം പോലുമില്ല. ഇവരുടെ ആചാര്യനാ ജോൺബിട്ടാസ് നിങ്ങളൊന്ന് ആലോചിക്കണം. കൈരളിയിലിരുന്ന് ഇവർക്ക് വേണ്ടി വിടുപണി ചെയ്ത് ഇവരുടെ കാല് നക്കി അവസാനമാണ് രാജ്യസഭാ MP ആയി തിരികെ കയറ്റിയത്. മനസ്സിലായില്ലേ? അവസാനമാണ് രാജ്യസഭാ MP ആയി തിരികെ കയറ്റിയത്. അങ്ങനെ ആ ബ്രിട്ടാസ് ഇവരെ ആചാര്യനാ. ആ ആചാര്യനെ പോലും വെറും 2 സെക്കൻഡ് കൊണ്ട് അടിച്ചിരുത്താൻ കെൽപ്പുള്ള വ്യക്തിയാ രാഹുല്. ആ രാഹുലിനോട് ഇവർക്ക് എത്രമാത്രം പകയുണ്ടായിട്ടുണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് രാഹുല് ബ്രിട്ടാസിന്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ,
സനോജ് ആവട്ടെ, ജെയ്സി തോമസ് ആവട്ടെ, വസീഫ് ആവട്ടെ, എ റഹീം ആവട്ടെ, ഇവരുടെ ഏതൊക്കെ റജി ലൂക്കാസ് അടക്കം അനിൽകുമാർ അടക്കമുള്ള ഒരുപാടെണ്ണം പേരുകൾ എണ്ണിയാ തീരൂല, എല്ലാത്തിനും അടിച്ച് മൂലക്കിലെത്തിയ വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് അത്രയും വലിയ ഒരു 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 ഉള്ളിൻ്റെ ഉള്ളിലെ ആ ഒരു ഈ വൈരാഗ്യം ഇങ്ങനെ പൊട്ടിമുളക്കുന്നത്. മനസ്സിലായില്ലേ? അത് തന്നെയാണ് രാഹുലിനെ വേട്ടയാടാൻ ഇവർ മുന്നിൽ നിൽക്കാനുള്ള എല്ലാ കാരണങ്ങളും. അവസാന ആയുധമായിട്ടാണ് സ്ത്രീകളെ ഇറക്കിയത്. സ്ത്രീകളെ ഇറക്കി, സ്ത്രീകളെ മുന്നിൽ നിർത്തി ഈ കളികളൊക്കെ കളിപ്പിച്ചത്. ഏറ്റവും രാഹുലിനെതിരെ പയറ്റാൻ കഴിയാവുന്ന ഇവരുടെ ആവനാഴിയിലെ അവസാനത്തെ അസ്ത്രമായിരുന്നു അത്. അതുകൂടി ചീറ്റിപ്പോയിരുന്നെങ്കിൽ, അത് ചീറ്റിപ്പോയി ഓൾറെഡി, പക്ഷേ അത് ഈ മാധ്യമങ്ങളൊക്കെ ഏറ്റുപിടിച്ച് വലിയ ചർച്ച ചെയ്ത് കൊണ്ടുപോയി നടന്നല്ലോ. ആ ചർച്ചകൾക്ക് അപ്പുറത്തേക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഒരു ചുക്കും സംഭവിച്ചില്ല, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തില് പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷിച്ച ഇത്തരത്തിലുള്ള എത്ര കേസുകൾ ഉണ്ടാവും? ഈ കേസിൽ സ്വമേധയാ കേസെടുത്ത് അന്വേഷിക്കണമെങ്കിൽ പോലീസിനും അതിന്റെ തലപ്പത്തിരിക്കുന്നവർക്കും എത്രമാത്രം ഇൻട്രസ്റ്റ് രാഹുലിന്റെ വിഷയത്തിൽ. എന്നിട്ടും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പെരുവഴിയിൽ നിൽക്കാനല്ലാതെ ആ കേസുമായി മുന്നോട്ട് പോകുവാനോ രാഹുലിനെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധമില്ലാത്ത ഈ പരാതി നൽകിയിരിക്കുന്ന തേർഡ് പാർട്ടീസ് ആയിട്ടുള്ള മൂന്നാം കക്ഷികളായിട്ടുള്ള ആളുകളെ മൊത്തം വിളിച്ചു വരുത്തി അവരുടെ മൊഴിയെടുത്തു. പിന്നെ ഈ പറയുന്ന നടിയുടെ മൊഴിയെടുത്തു. നടി പറഞ്ഞു, മൊഴിയൊക്കെ ഞാൻ തരാം, പക്ഷെ ഞാൻ നിയമ നടപടിക്കില്ല, എനിക്ക് പരാതിയില്ല, എന്റെ കയ്യിൽ തെളിവില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞ് നടി മൂട് തട്ടി കാലിയായി, സ്ഥലം കാലിയാക്കി, അല്ലേ? ഇതൊക്കെ നടത്തിയിട്ടും പോലീസ് ബാംഗ്ലൂരിൽ പോയി, ചെന്നൈ പോയി, ഹൈദരാബാദ് പോയി, ഈ പറയുന്ന തിരുവനന്തപുരത്ത് വന്നു, കൊച്ചിയിൽ വന്നു, ആശുപത്രികൾ, ക്ലിനിക്കുകൾ കയറി ഇറങ്ങി. ഇത്രയൊക്കെ ചെയ്തിട്ടും ഇന്ന് നിമിഷം വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒന്ന് വിളിച്ചു വരുത്തി, രാഹുലേ എന്താണ് ഇതിന്റെ അവസ്ഥ എന്നെങ്കിലും ഒന്ന് ചോദിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോ അതാണ് ഞാൻ പറഞ്ഞത്, ഇവരുടെ ആവനാഴിയിലെ അവസാന അസ്ത്രവും ചീറ്റിപ്പോയി എന്ന് പറയാനുള്ള കാരണം. അതിന്റെ ഒരു വൈരാഗ്യം ഇവർക്ക് നന്നായിട്ടുണ്ട്. അതോ രാഹുൽ ഈ സോഷ്യൽ മീഡിയയിൽ എസ്പെഷ്യലി വല്ല കുറിപ്പും ഇട്ട് കഴിഞ്ഞാൽ, വല്ല പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി അതിന്റെ താഴെ വരും കമന്റ് ബോക്സിൽ. പിന്നെ അങ്ങോട്ട് തെറിവിളികളാണ്, അധിക്ഷേപങ്ങളാണ്.